സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലകത്തോദ്ഭാസി കാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലകൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. രണ്ടാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഈ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങൾ ഗുരുവായൂരപ്പന്റെ രൂപത്തെ വർണ്ണിക്കുന്നതാണ്. പരം കിട്ടുമ്പോഴൊക്കെ ഭട്ടതിരിപ്പാട്, പരമഭക്തനായ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ രൂപത്തെ വർണ്ണിക്കുന്നത് നമുക്ക് നാരായണീയത്തിൽ കേൾക്കാം. അപ്പൊ 1ാം ശ്ലോകം വിസ്തരിക്കുമ്പോ സൂര്യസ്പർദ്ധി കിരീടം എന്ന് പറയുന്നു. സൂര്യന്റെ ശോഭയോട് മത്സരിക്കുന്ന, ശോഭയോട് കൂടിയ കിരീടം ഗുരുവായൂരപ്പന്റെ ശിരസിൽ. അപ്പോ ഉപമിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിലെ. ഗുരുവായൂരപ്പന്റെ ഒരു കാര്യവും മറ്റൊന്നായിട്ട് ഉപമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അനുപമിതം എന്ന്. ഇവിടെ അതുകൊണ്ടാണ് പറയണത് സൂര്യന്റെ ശോഭയ്ക്ക് തുല്യമായ എന്നല്ല പറയണത്, സൂര്യന്റെ ശോഭയോട് മത്സരിക്കുന്ന, ശോഭയോട് കൂടിയ കിരീടം ശിരസില്. അതാണ് സൂര്യസ്പർദ്ധി കിരീടം. നമുക്ക് ആ രൂപം ഇങ്ങനെ മനസ്സിൽ കാണാം. പിന്നെയോ വളരെ മനോഹരമായ ഒരു ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടം. ഊർധ്വതിലകപ്രോദ്ഭാസി കാലാംബരം. ഊർധ്വതിലകം എന്നൊക്കെ പറയുമ്പോ ഗോപിക്കുറി. അപ്പോ ഊർധ്വതിലകപ്രോദ്ഭാസി കാലാംബരം എന്ന് പറയുമ്പോ മനോഹരമായ ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടം. പിന്നെയോ കാരുണ്യാകുലനേത്രം എന്ന് പറയുന്നു. ഭക്തന്മാരോടുള്ള ദയ വാർന്നൊഴുകുന്ന തൃക്കണ്ണുകൾ. കാരുണ്യാകുലനേത്രം, ഭക്തന്മാരോടുള്ള ദയ വാർന്നൊഴുകുന്ന തൃക്കണ്ണുകൾ. പിന്നെയോ ആർദ്രഹസിതോല്ലാസം എന്ന് പറയുന്നു. അതിമനോഹരമായ പുഞ്ചിരി ശോഭിക്കുന്ന ചുണ്ടുകൾ. ആർദ്രഹസിതോല്ലാസം, അതിമനോഹരമായ ഒരു പുഞ്ചിരി ചുണ്ടുകളിൽ ശോഭിക്കുന്നു. സുനാസാപുടം എന്ന് പറയുമ്പോ ഒത്ത നാസിക. പിന്നെയോ ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം എന്ന് പറയും. കവിളുകള് തുടുത്ത് ശോഭിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പ അവിടുത്തെ കണ്ണുകള്, അവിടുത്തെ കവിളുകൾ ചുവന്ന് തുടുത്ത് ശോഭിക്കുന്നു. അതാണ് ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം എന്ന് പറയുമ്പോ ശോഭിക്കുന്ന മകരകുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് കൂടുതൽ ശോഭിക്കുന്ന കവിൾത്തടങ്ങൾ. ഗണ്ഡം എന്നൊക്കെ പറയുമ്പോ കവിൾത്തടം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം. 2 കുണ്ടലങ്ങളാണ് ശോഭിക്കുന്നുണ്ട്, കവിളിൽ തട്ടി ആടിക്കളിക്കുന്നുണ്ട്. 2 കുണ്ടലങ്ങള്. അതാണ് പറയണത് ശോഭിക്കുന്ന മകരകുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട്
2 കാതുകളിലും മകരകുണ്ടലങ്ങൾ. ആ ശോഭിക്കുന്ന മകരകുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് കൂടുതൽ ശോഭിക്കുന്ന കവിൾത്തടങ്ങൾ. ഈ മകരകുണ്ടലങ്ങൾ ഇങ്ങനെ ആടിക്കളിക്കണം. ഇപ്പൊ കവിളിൽ തട്ടി ആടിക്കളിക്കുന്നുണ്ട്. അപ്പോ മകരകുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് കുറെ തന്നെ ശോഭിക്കുന്ന, ചുവന്ന് തുടുത്ത് ശോഭിക്കുന്ന കവിൾത്തടങ്ങൾ കൂടുതൽ മനോഹരങ്ങൾ. അതാണ് പറയുന്നത്. ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം എന്ന് പറയുന്നു. കഴുത്തില് ശോഭിക്കുന്ന കൗസ്തുഭരത്നം. കണ്ഠോജ്വല കൗസ്തുഭം, കഴുത്തില് ശോഭിക്കുന്ന കൗസ്തുഭരത്നം. പിന്നെയോ വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം എന്ന് പറയുന്നു. മാറിടത്തില് വനമാല, പിന്നെ മുത്തുമാലകള്, നെക്ലസുകള് ഒക്കെ ആയിട്ടുള്ള മാറിടം. അതിന്റെ ഒക്കെ കൂട്ടത്തിൽ, മാലകളുടെ ഒക്കെ കൂട്ടത്തില് ശോഭിക്കുന്ന ശ്രീവത്സം എന്ന മറുകൻ ആണ്. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം എന്നൊക്കെ പറയുമ്പോ വനമാല, ഹാരം എന്ന് പറയുമ്പോ മുത്തുമാലകള്, നെക്ലസുകള്, അങ്ങനെയുള്ള കാര്യങ്ങള്, ഇതെല്ലാം കൂടി മാറിടത്തിൽ ശോഭിക്കണം. മകരാഭ കുംഭ വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം എന്ന് പറയുമ്പോ വനമാല, മറ്റു മുത്തുമാലകള്, നെക്ലസുകള് ഒക്കെ മാറിടത്തിൽ ശോഭിക്കുന്നു. അതിന്റെ കൂടെ ശ്രീവത്സം എന്ന മറുക മാറി ശോഭിക്കുന്നു എന്നൊക്കെയാണ്. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം സ്വദ്രൂപം. ഗുരുവായൂരപ്പ, ഇപ്രകാരമുള്ള ആ മനോഹരമായ അങ്ങയുടെ രൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഭജിക്കുന്നു. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം എന്നൊക്കെ പറയുന്നു. അപ്പോ സൂര്യന്റെ ശോഭയോട് മത്സരിക്കുന്നതായിട്ടുള്ള ശോഭയോടുകൂടിയ കിരീടം ശിരസില്, ഗുരുവായൂരപ്പ മനോഹരമായ ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടം, ഭക്തന്മാരോടുള്ള ദയ വാർന്നൊഴുകുന്ന തൃക്കണ്ണുകൾ, ഗുരുവായൂരപ്പ അതിമനോഹരമായ പുഞ്ചിരി ശോഭിക്കുന്ന അവിടുത്തെ മനോഹരങ്ങളായ ചുണ്ടുകൾ, അതിമനോഹരമായി ശോഭിക്കുന്ന നാസിക, കൊത്ത നാസിക. ഇങ്ങനെയാണ് മകരാഭ കുണ്ടലയുഗ. മകരാഭ കുണ്ടലയുഗം കാതുകളില് ശോഭിക്കുന്ന മകര കുണ്ടലങ്ങളുടെ ശോഭ കൊണ്ട് കൂടുതൽ ശോഭിക്കുന്ന കവിൾത്തടങ്ങൾ. ഗണ്ഡോദ്യന്മകരാഭ കുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം, കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നം. പിന്നെ വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം സ്വദ്രൂപം ഭജേ. വനമാല, മറ്റു മുത്തുമാലകള്, നെക്ലസുകള് മുതലായവ കൊണ്ട് ശോഭിക്കുന്ന മാറിടം, ഹാരം, മാലകളുടെയൊക്കെ കൂട്ടത്തിൽ ശ്രീവത്സം എന്ന മറുക മനോഹരമായി ശോഭിക്കുന്നു. ഇപ്രകാരമുള്ള സ്വദ്രൂപം ഭജേ. ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപത്തെ കേയൂരംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയംഗിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിയാംഘിതല സത്പീതാംബരാലംബിനീമാലംബേ വിമലാംബുജദ്യുതിപദാം
മൂർത്തിം തവാർത്തിച്ഛിദം. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തിന്റെ വർണ്ണന തുടരുന്നു. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ സംഘാരി പങ്കേരുഹാം. ശ്ലോകത്തിൽ പറയുന്നു, കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം. അതായത് കേയൂരം, അംഗദം, കങ്കണം, പിന്നെ ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട ഗുരുവായൂരപ്പ അങ്ങയുടെ 4 തൃക്കൈകളിൽ ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ. അപ്പോ കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം എന്ന് പറയുമ്പോൾ കേയൂരം, അംഗദം, കങ്കണം, ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട ഗുരുവായൂരപ്പ അങ്ങയുടെ 4 തൃക്കൈകളിൽ ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ. ശംഖ്, ചക്ര, ഗദ, പത്മങ്ങളോട് കൂടിയതും. രൂപത്തിന്റെ വർണ്ണന ഇങ്ങനെ തുടരുകയാണ്. ഒന്നുകൂടി പറയാം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം. കേയൂരം, അംഗദം, കങ്കണം, ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട 4 തൃക്കൈകളിൽ ശംഖ്, ചക്ര, ഗദ, പത്മങ്ങളോട് കൂടിയതും. കേയൂരം എന്ന് പറയുമ്പോൾ ചുമലിൽ ധരിക്കുന്ന വളകൾ. അംഗദം എന്ന് പറയുമ്പോൾ മുട്ടിന്റെ ഭാഗത്ത്, കൈമുട്ടിന്റെ ഭാഗത്ത് ധരിക്കുന്നത്. കങ്കണം എന്ന് പറയുമ്പോൾ സാധാരണ വളകൾ. അതുപോലെ ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട 4 തൃക്കൈകളിൽ ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ ശോഭിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പറഞ്ഞു, കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസ പീതാംബരാലംബിനി. കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസ പീതാംബരാലംബിനി എന്ന് പറയുമ്പോ എന്താണ്? പൊന്നരഞ്ഞാൻ കൊണ്ട് കെട്ടിമുറുക്കിയ മിന്നുന്ന മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നതും. കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസ പീതാംബരാലംബിനി എന്ന് പറയുമ്പോ പൊന്നരഞ്ഞാൻ കൊണ്ട് കെട്ടിമുറുക്കിയ മിന്നുന്ന മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നതും. പിന്നെ പറഞ്ഞു, വിമലാംബുജദ്യുതിപദാം, നിർമ്മലമായ താമരപ്പൂവിന്റെ ശോഭയോടുകൂടിയ കാലടിയോട് കൂടിയതും. വിമലാംബുജദ്യുതിപദ എന്ന് പറയുമ്പോൾ നിർമ്മലമായ താമരപ്പൂവിന്റെ ശോഭയോട് കൂടിയ കാലടിയോട് കൂടിയതും. രൂപത്തിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. പിന്നെ പറഞ്ഞു, ആർത്തിച്ഛിതം, ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതും. കാഞ്ചി എന്ന് പറയുമ്പോൾ ഇന്ന പ്രകാരത്തിലെന്ന് വിവരിക്കാൻ പറ്റാത്തതും ആയ തവമൂർത്തിം ആലംബേ. ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. ഒന്നുകൂടി പറയാം.
കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗത ഗദാ സംഘാരി പങ്കേരുഹാം. കേയൂരം, അംഗദം, കങ്കണം, രത്നങ്ങൾ പതിച്ച, ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട 4 തൃക്കൈകളിൽ ശംഖ്, ചക്ര, ഗദാ, പത്മങ്ങളോട് കൂടിയതും, കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്തീതാംബരാലംബിനി, പൊന്നരഞ്ഞാൻ കൊണ്ട് കെട്ടി മുറുക്കിയ മിന്നുന്ന മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നതും, വിമലാംബുജദ്യുതിപദാം, വളരെ നിർമ്മലമായ താമരപ്പൂവിന്റെ ശോഭയോട് കൂടിയ കാലടിയോട് കൂടിയതും, പിന്നെന്താണ്, ആർത്തിച്ഛിതം, ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതും, കാഞ്ചിത്, ഇന്ന പ്രകാരത്തില് എന്ന് വർണ്ണിക്കാൻ പറ്റാത്തതും ആയ തവമൂർത്തിം ആലംബേ. ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. കേയൂരം, അംഗദം, കങ്കണം, വിശേഷപ്പെട്ട രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട 4 തൃക്കൈകളിൽ ശംഖ്, ചക്ര, ഗദാ, പത്മങ്ങളോട് കൂടിയതും, കാഞ്ചന കാഞ്ചിലാഞ്ചികലസത്തീതാംബരാലംബിനി, പീതാംബരാലംബിനിയും, പൊന്നരഞ്ഞാൻ കൊണ്ട് കെട്ടിമുറുക്കിയ മിന്നുന്ന മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നതും, വിമലാംബുജദ്യുതിപദാം, നിർമ്മലമായ താമരപ്പൂവിന്റെ ശോഭയോടുകൂടിയ കാലടിയോടുകൂടിയതും, ആർത്തിച്ഛിതം, ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതും, ഇന്ന പ്രകാരത്തില് എന്ന് പറയാൻ പറ്റാത്തതും എന്ന് വർണ്ണിക്കാൻ പറ്റാത്തതുമാണ്. ഇന്ന പ്രകാരത്തില് എന്ന് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതും കാഞ്ചിത് വരുമ്പോ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, തവമൂർത്തിം ആലംബേ, അങ്ങയുടെ രൂപത്തെ ത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. 2-ാം ദശകത്തിൽ 3-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഹേ വിഷ്ണോ വിഭോ, സംബോധന. അല്ലയോ പ്രപഞ്ചം മുഴുവനും വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ എന്നാണ്. വിഷ്ണു എന്നുള്ള ശബ്ദത്തിന് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ വിഭോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. ഹേ വിഷ്ണു വിഭോ, അല്ലയോ വിഷ്ണു വിഭോ ഗുരുവായൂരപ്പ. യത് ത്രൈലോക്യമഹീയസോപി മഹിതം, യത് ത്രൈലോക്യമഹീയസോപി മഹിതം എന്ന് പറയുമ്പോൾ യാതൊന്ന് 3 ലോകത്തിലുമുള്ള മഹത്തായ എല്ലാ കാര്യങ്ങളെക്കാളും അധികം മഹത്തായിട്ടുള്ളത് എന്നാണ്. യത് ത്രൈലോക്യമഹീയസോപി മഹിതം, യാതൊന്ന് 3 ലോകങ്ങളിലും ഉള്ള മഹത്തായ കാര്യങ്ങളെക്കാൾ മഹത്തായിട്ടുള്ളത്.
അതുപോലെ സമ്മോഹനം മോഹനാത് എന്ന് പറയുന്നു ശ്ലോകത്തിൽ. 3 ലോകങ്ങളിൽ മോഹിപ്പിക്കുന്ന ധാരാളം വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെക്കാളൊക്കെ അധികം, വളരെയധികം മോഹിപ്പിക്കുന്നത് ആണ് സമ്മോഹനം മോഹനാത്. പിന്നെയോ കാന്തം കാന്തിനിധാനത അപി എന്ന് പറയുന്നു. ശോഭിക്കുന്ന ധാരാളം വസ്തുക്കൾ 3 ലോകങ്ങളിലും ഉണ്ട്. ആ ശോഭിക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളധികം ശോഭിക്കുന്നത് കാന്തം കാന്തിനിധാനതോപി എന്ന് പറയുമ്പോൾ. പിന്നെയോ മധുരം മാധുര്യധുര്യാദപി ആണ്. മധുരം ഗുണമായിട്ടുള്ള ധാരാളം വസ്തുക്കൾ 3 ലോകങ്ങളിലുമുണ്ട്. ആ വസ്തുക്കളെക്കാളൊക്കെ വളരെയധികം മാധുര്യം നിറഞ്ഞത് മധുരം മാധുര്യധുര്യാദപി. പിന്നെയോ സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് പറയുന്നു. സൗന്ദര്യം നിറഞ്ഞ ധാരാളം വസ്തുക്കൾ 3 ലോകങ്ങളിലുമുണ്ട്. അതിനേക്കാളൊക്കെ സുന്ദരമായത്, സൗന്ദര്യം നിറഞ്ഞത് എന്നാണ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഭക്തന്മാരെ തന്നിലേക്ക് പിടിച്ച് വലിച്ച് ആകർഷിക്കാൻ വേണ്ടി നിറഞ്ഞ സൗന്ദര്യം സ്വീകരിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യത്തെപ്പറ്റി നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു. എന്താണ്? പ്രതിനിമിഷ നവീനായ എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതായത് ഗുരുവായൂരപ്പൻ്റെ സൗന്ദര്യം ഓരോ സെക്കൻഡും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ അളവിന് അവസാനമില്ല. സൗന്ദര്യത്തിൻ്റെ സത്തയാണ് ഗുരുവായൂരപ്പൻ. ഇപ്പോൾ 2-ാം ശ്ലോകത്തിൽ ഇതാ പറയണു. 2-ാമത്തെ ദശകത്തിലും 3-ാം ശ്ലോകത്തിൽ പറയണു സൗന്ദര്യോത്തരതോപി സുന്ദരതരം. 3 ലോകങ്ങളിലും സൗന്ദര്യം നിറഞ്ഞ ധാരാളം വസ്തുക്കളുണ്ട്. അതിനേക്കാളൊക്കെ സൗന്ദര്യം നിറഞ്ഞത് എന്നാണ്. പിന്നെ പറയണു ആശ്ചര്യതോപ്യാശ്ചര്യം എന്നാണ്. 3 ലോകങ്ങളിൽ ആശ്ചര്യം ജനിപ്പിക്കുന്ന ധാരാളം വസ്തുക്കൾ. അതിനേക്കാളൊക്കെ ആശ്ചര്യം ജനിപ്പിക്കുന്നത് ഈ വിശേഷണമൊക്കെ എന്തിനാ? ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം എന്നാണ്. ത്വദ്രൂപം ഗുരുവായൂരപ്പനോട് നേരിട്ടിങ്ങനെ പറയുകയാണ്. നാരായണീയത്തിൻ്റെ പ്രത്യേകത അതാണ്. ഗുരുവായൂരപ്പനോട് നേരിട്ട് സംസാരിക്കുന്നു. ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപം. ആ രൂപത്തിൻ്റെ വിശേഷണങ്ങളാണ് പറഞ്ഞത്. അതായത് 3 ലോകങ്ങളിലുമുള്ള ധാരാളം മഹത്തായിട്ടുള്ള വസ്തുക്കളേക്കാൾ മഹത്തായിട്ടുള്ളത്, 3 ലോകങ്ങളിലുള്ള മോഹിപ്പിക്കുന്ന ധാരാളം വസ്തുക്കളേക്കാൾ മോഹിപ്പിക്കുന്നത്, 3 ലോകങ്ങളിലുമുള്ള ശോഭ നിറഞ്ഞ വസ്തുക്കളേക്കാൾ ശോഭിക്കുന്നത് കാന്തം കാന്തിനിധാനതോപി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ 3 ലോകങ്ങളിലുള്ള ധാരാളം മധുരം നിറഞ്ഞ വസ്തുക്കൾ, അതിനേക്കാൾ അവയേക്കാൾ മാധുര്യം നിറഞ്ഞത്, സൗന്ദര്യം നിറഞ്ഞ ധാരാളം വസ്തുക്കൾ 3 ലോകങ്ങളിലുണ്ട്. അതിനേക്കാളൊക്കെ സൗന്ദര്യം നിറഞ്ഞത്, ആശ്ചര്യം ജനിപ്പിക്കുന്ന ധാരാളം വസ്തുക്കൾ 3 ലോകങ്ങളിലുമുണ്ട്. അതിനേക്കാളൊക്കെ ആശ്ചര്യം ജനിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ത്വദ്രൂപം
അങ്ങയുടെ രൂപം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി എന്ന് പറയണം. ലോകത്തിൽ ആർക്കാണ് കൗതുകം ജനിപ്പിക്കാതിരിക്കുന്നത്? തത്താദൃങ് മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാദാചാപലബലാദ് ചാപല്യവാർത്തോദഭൂത്. മൂന്നാം ശ്ലോകത്തിൽ വിവരിച്ച അത്രയും ശ്രേഷ്ഠമായ, അതായത് ശ്ലോകത്തിൽ പറയുന്നു തത്താദൃങ്, അതായത് മറ്റൊന്നായിട്ട് ഉപമിക്കാൻ പറ്റാത്തത്, മധുരാത്മകം അതിമനോഹരമായിട്ടുള്ളത്, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അച്യുത വിഭോ എന്നൊക്കെയാണ് ഇവിടെ സംബോധന. അച്യുത വിഭോ, അതായത് ഒരിക്കലും നാശമില്ലാത്ത സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. തവ വപു സംപ്രാപ്യ എന്ന് പറയുന്നു. ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ ശ്രേഷ്ഠമായ തവ വപു സംപ്രാപ്യ, അങ്ങയുടെ രൂപത്തെ സ്വീകരിച്ചു. ആര്? സമ്പന്മയീ സാ ദേവി പരമോത്സുക എന്ന് പറയണു. വളരെ ഉത്സാഹത്തോടു കൂടി സകല സമ്പത്തുക്കളുടെയും ഉടമസ്ഥയായ സാക്ഷാൽ ലക്ഷ്മി ദേവി. ആ ലക്ഷ്മി ദേവി ചിരതരം നാസ്തേ സ്വഭക്തേഷു അപി എന്ന് പറയുന്നു. സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് അധികകാലം താമസിക്കുന്നില്ലാത്രേ. ഇത് വളരെ കഷ്ടമാണല്ലോ. ബത കഷ്ടം എന്നൊക്കെ ശ്ലോകത്തിൽ പറയണു. ഇത് വളരെ കഷ്ടമാണല്ലോ. സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല എന്നാണ്. ചിരതരം നാസ്തേ സ്വഭക്തേഷു അപി. അപ്പം എന്താ ഉണ്ടായത്? തേന, അതുകൊണ്ട് അസ്യ ഈ ദേവിക്ക് ത്വദ്രൂപമാനോജ്ഞകപ്രേമസ്ഥൈര്യമയാദാചാപലബലാദ് എന്ന് പറയുന്നു. ഗുരുവായൂരപ്പ, അങ്ങയോടുള്ള പ്രേമത്തിന് നല്ല സ്ഥിരത ഉണ്ടായിട്ടും ആ കാര്യത്തിൽ യാതൊരു ഇളക്കവും ഇല്ലാതിരുന്നിട്ടും സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് സ്ഥിരമായി താമസിക്കുന്നില്ല എന്ന കാരണത്താൽ, അങ്ങയോടുള്ള പ്രേമത്തിന് നല്ല സ്ഥിരതയുണ്ട്. അതിന് ലക്ഷ്മിദേവിക്ക് യാതൊരു ചാഞ്ചല്യവും ഇല്ല. എന്നിട്ടും ചിരതരം നാസ്തേ സ്വഭക്തേഷു, സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല എന്ന കാരണത്താൽ, അതായത് അങ്ങയോടുള്ള പ്രേമത്തിന് നല്ല സ്ഥിരതയുണ്ടായിട്ടും സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല എന്ന കാരണത്താൽ ചാപല്യവാർത്താവുദഭൂത്, ലക്ഷ്മീദേവി ചപലയാണ് എന്ന ഒരു ചീത്ത പേര് ദേവിക്ക് ഉണ്ടായി.
ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിന്യന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. ഹേ വിഷ്ണു സംബോധന. ഹേ ലക്ഷ്മീപതേ എന്നാണ് സംബോധന. ഇയം താവക രാമണീയകഹൃതായേവ എന്ന് പറയണം. ഗുരുവായൂരപ്പ, ഈ ലക്ഷ്മി ദേവി അവിടുത്തെ സൗന്ദര്യത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവൾ തന്നെ. അതുകൊണ്ട് തന്നെ പരേഷു അസ്ഥിര എന്ന് പറയുന്ന ശ്ലോകത്തിൽ മറ്റുള്ളവരുടെ അടുത്ത് സ്ഥിരമായി താമസിക്കുന്നില്ല. സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് പോലും സ്ഥിരമായി ലക്ഷ്മി ദേവി താമസിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അസ്മിൻ അധുന അന്യത് പ്രമാണമപി വക്ഷ്യാമി വരണം. വളരെ സ്വാതന്ത്ര്യം, ഭക്തൻ്റെ ഭഗവാനോടുള്ള സ്വാതന്ത്ര്യം നന്നായി കാണാൻ സാധിക്കും ഇവിടെ. അതായത് അസ്മിൻ അധുന അന്യത് പ്രമാണമപി വക്ഷ്യാമി എന്നാണ്. ഈ വിഷയത്തിൽ, ഏത് വിഷയം? ഈ ലക്ഷ്മി ദേവി മറ്റുള്ളവരുടെ അടുത്ത് സ്ഥിരമായി താമസിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഇപ്പോൾ ഗുരുവായൂരപ്പ, ഞാൻ മറ്റൊരു പ്രമാണം പറയാം, എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയാം എന്നാണ്. അസ്മിൻ അധുന അന്യത് പ്രമാണമപി വക്ഷ്യാമി. വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഭക്തൻ്റെ ഭഗവാനോടുള്ള സംസാരം നാരായണീയത്തിൽ എല്ലാ സ്ഥലത്തും തെളിഞ്ഞ് കാണാം. പിന്നെ ഭട്ടതിരിപ്പാട് തുടരുന്നു. യേ ഭക്താഹ ത്വധ്യാന, യേ ഭക്താഹ ജനാഹ എന്നുണ്ട്. ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹ എന്ന് പറയണം. യേ ഭക്താഹ ജനാഹ ത്വധ്യാന ഗുണാനുകീർത്തനരസാസക്താഹ എന്നാണ്. അല്ലയോ ഗുരുവായൂരപ്പ, യാതൊരു അങ്ങയുടെ ഭക്തന്മാർ അങ്ങയെ ധ്യാനിക്കുന്ന കാര്യത്തിൽ അങ്ങയുടെ ഗുണങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുന്ന ആളുകൾ, അങ്ങയെപ്പറ്റിയുള്ള കീർത്തനങ്ങൾ പാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ആസക്തിയുള്ള അങ്ങയുടെ ഭക്തന്മാർ, അതാണ് യേ ഭക്താഹ ജനാഹ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹ. യാതൊരു ഭക്തന്മാർ, യാതൊരു അങ്ങയുടെ ഭക്തന്മാർ അങ്ങയെ ധ്യാനിക്കുക, അങ്ങയുടെ ഗുണങ്ങളെപ്പറ്റി കീർത്തിക്കുക, അങ്ങയെപ്പറ്റിയുള്ള കീർത്തനങ്ങൾ പാടുക, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നല്ല ആസക്തിയുള്ള അങ്ങയുടെ ഭക്തന്മാർ. തേഷു ഏഷ സ്ഥിര ഏവ വസതി. അവരുടെ കൂടെ ഈ ലക്ഷ്മി ദേവി സ്ഥിരമായി താമസിക്കുന്നു. തേഷു ഏഷ സ്ഥിര ഏവ വസതി. അങ്ങയുടെ ഭക്തന്മാരുടെ കൂടെ ഈ ലക്ഷ്മി ദേവി സ്ഥിരമായി താമസിക്കുന്നു. എന്താണ് കാരണം? ദയിതപ്രസ്താവദത്താദര എന്ന് പറയുന്ന ശ്ലോകത്തിൽ ദയിതപ്രസ്താവദത്താദര എന്താണ്? സ്വന്തം ഭർത്താവിനെ പറ്റി പ്രകീർത്തിക്കുന്നത് കേൾക്കാൻ എല്ലാ ഭാര്യമാർക്കും വളരെ സന്തോഷമാണെന്നാണ്. ദയിതപ്രസ്താവ ദത്താദര എന്ന് പറയുമ്പോൾ
സ്വന്തം ഭർത്താക്കന്മാരെ പറ്റി പ്രകീർത്തിക്കുന്നത് കേൾക്കാൻ എല്ലാ ഭാര്യമാർക്കും ഇഷ്ടമാണ്. ഇവിടെ ലക്ഷ്മി ദേവിയുടെ അവസ്ഥ അതാണ്. തൻ്റെ സ്വന്തം ഭർത്താവായ ഗുരുവായൂരപ്പനെ പറ്റി ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ അങ്ങനെ ഉറക്കെ പ്രകീർത്തിക്കുന്നത് കേൾക്കാൻ ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണു? തേഷു ഏഷ സ്ഥിരായേവ വസതി. അതുകൊണ്ട് ലക്ഷ്മി ദേവി ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തന്മാരുടെ കൂടെ സ്ഥിരമായി താമസിക്കുന്നു. അപ്പം എന്താ ചുരുക്കത്തിൽ പറയുക? ഐശ്വര്യം വേണമെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങയെ ഭജിച്ചാൽ മതി. ഐശ്വര്യം വേണമെങ്കിൽ അങ്ങയെ ഭജിച്ചാൽ മതി ഗുരുവായൂരപ്പ. ലക്ഷ്മി ദേവി അങ്ങയുടെ ഭക്തന്മാരുടെ കൂടെ ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ചുണ്ടുകളിൽ അതിമനോഹരമായ ഒരു പുഞ്ചിരി പ്രകാശിച്ചു പോൽ. അതായത് ഗുരുവായൂരപ്പന് ഭട്ടതിരിയുടെ തമാശ പിടിച്ചു. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈ ആനന്ദമൂർച്ഛോത്ഭവൈ. രണ്ടാം ദശകം 6-ാമത്തെ ശ്ലോകം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. ശ്ലോകത്തിൽ പറയണു, ഇപ്രകാരം സൗന്ദര്യമാകുന്ന പുത്തൻ അമൃതിൻ്റെ പ്രവാഹത്തെ വർഷിക്കുന്നത് എന്നാണ്. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. ഇപ്രകാരം സൗന്ദര്യമാകുന്ന പുത്തൻ അമൃതിൻ്റെ പ്രവാഹത്തെ വർഷിക്കുന്നതും പരചിദ്രസായനമയം എന്ന് പറയണു. അതായത് ബ്രഹ്മാനന്ദം നിറഞ്ഞത് ആണ്. പിന്നെയോ ചേതോഹരം, ഭക്തമനസ്സിനെ പിടിച്ച് അടുപ്പിക്കുന്നത്, ഭക്തമനസ്സിനെ അപഹരിക്കുന്നത് എന്നൊക്കെ പറയാം. ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൻ്റെ വിശേഷണങ്ങളാണ്. എന്തെല്ലാണ്? സൗന്ദര്യമാകുന്ന പുത്തൻ അമൃതിൻ്റെ പ്രവാഹത്തെ വർഷിക്കുന്നതും ബ്രഹ്മാനന്ദം നിറഞ്ഞതും ചേതോഹരം, ഭക്തമനസ്സിനെ അപഹരിക്കുന്നത് അല്ലെങ്കിൽ തന്നിലേക്ക് പിടിച്ച് അടുപ്പിക്കുന്നത്. ഇപ്രകാരമുള്ള ഗുരുവായൂരപ്പ ത്വദ്രൂപം. നാരായണീയത്തിൻ്റെ പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പനോട് പറയുകയാണ്, ത്വദ്രൂപം ഗുരുവായൂരപ്പ അങ്ങയുടെ ആ സുന്ദര വിഗ്രഹം ശൃണ്വതാം മതിം സദ്യ പ്രേരയത്തെ എന്ന് പറയണു. ശൃണ്വതാം മതിം സദ്യ പ്രേരയത്തെ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ കഥകൾ കേൾക്കുന്ന ഭക്തന്മാരുടെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കുന്നത്, സ്വാധീനിക്കുന്നത് എന്നൊക്കെ പറയാം. ശൃണ്വതാം മതിം സദ്യ പ്രേരയത്തെ എന്നാണ്. അങ്ങയുടെ ആ വിഗ്രഹത്തിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞു. അതിനുശേഷം ശൃണ്വതാം, അങ്ങയുടെ കഥകൾ കേൾക്കുന്നവർ,
അവരുടെ മതിം സദ്യ പ്രേരയത്തെ, ഭക്തമനസ്സിനെ പെട്ടെന്ന് ആകർഷിച്ച് സ്വാധീനിക്കുന്നു. പിന്നെയോ മദയത്തെ, ഭക്തമനസ്സിനെ ആനന്ദം കൊണ്ട് മതിപ്പിക്കുന്നു. ഭക്തമനസ്സിനെ മദയത്തെ എന്ന് പറയുമ്പോൾ പരമാനന്ദം കൊണ്ട് പരവശമാക്കുന്നു, മതിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. പിന്നെയോ അംഗകം രോമാഞ്ചയതി എന്ന് പറയുന്നു. രോമാഞ്ചയത്യംഗകം ശ്ലോകത്തിൽ അംഗകം രോമാഞ്ചയതി എന്ന് പറയുമ്പോൾ ശരീരം മുഴുവനും രോമാഞ്ചമുള്ളതാക്കി തീർക്കുന്നു എന്നാണ്. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ് പറയണത്. പിന്നെന്താ പറയണത്? ആനന്ദമൂർച്ഛോദ്ഭവൈ ശീതബാഷ്പവിസരൈ വ്യാസിഞ്ചതി അപി എന്നാണ്. വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ എന്ന് പറയുമ്പോൾ ആനന്ദമൂർച്ഛോദ്ഭവൈ ശീതബാഷ്പവിസരൈ വ്യാസിഞ്ചതി അപി എന്നാണ്. അതായത് ആനന്ദാധിക്യം കൊണ്ടുണ്ടാകുന്ന തണുത്ത കണ്ണുനീരിൻ്റെ പ്രവാഹം എന്നാണ്. ആനന്ദമൂർച്ഛോദ്ഭവൈ ശീതബാഷ്പവിസരൈ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുമ്പോൾ ഭക്തന്മാരുടെ അവസ്ഥയാണ്. എന്താണ്? പരമാനന്ദം അനുഭവിക്കുകയാണ്. ആ ആനന്ദാധിക്യം കൊണ്ടുണ്ടാകുന്ന തണുത്ത കണ്ണുനീരിൻ്റെ പ്രവാഹം. അതുകൊണ്ട് ആ കണ്ണുനീരിൻ്റെ പ്രവാഹം കൊണ്ട് വ്യാസിഞ്ചതി അപി എന്നാണ്, ശരീരത്തെ നനയ്ക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ആനന്ദമൂർച്ഛോദ്ഭവൈ ശീതബാഷ്പവിസരൈ വ്യാസിഞ്ചതി അപി എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉണ്ടാകുന്ന തണുത്ത കണ്ണുനീര്, ഭക്തൻ്റെ തണുത്ത കണ്ണുനീര് കൊണ്ട് വ്യാസിഞ്ചതിയപി ശരീരത്തെ നനയ്ക്കുകയും ചെയ്യുന്നു. ഭക്തിയുടെ ലക്ഷണങ്ങളാണ് പറയണത്. ശരീരം മുഴുവനും രോമാഞ്ചം, പിന്നെ ആനന്ദ കണ്ണുനീര്, കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീര് ധാരധാരയായി ഒഴുകുക. ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുമ്പോൾ അതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ് പറയണത്. അപ്പോൾ ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം, ഇപ്രകാരം സൗന്ദര്യമാകുന്ന പുത്തൻ അമൃതിൻ്റെ പ്രവാഹത്തെ വർഷിക്കുന്നതും പരഛിദ്രസായനമയം ബ്രഹ്മാനന്ദം നിറഞ്ഞതും ചേതോഹരം ഭക്തമനസ്സിനെ തന്നിലേക്ക് ആകർഷിച്ച് അടുപ്പിക്കുന്നതും അല്ലെങ്കിൽ ഭക്തമനസ്സിനെ അപഹരിക്കുന്നതുമായ ഗുരുവായൂരപ്പ ത്വദ്രൂപം പരഛിദ്രസായനമയം എന്നൊക്കെയാണ് ശ്ലോകം. അങ്ങനെയുള്ളതായിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ ആ രൂപം ശൃണ്വതാം മതിം സദ്യ പ്രേരയത്തെ, അങ്ങയുടെ കഥകൾ കേൾക്കുന്ന ഭക്തന്മാരുടെ മനസ്സിനെ ബലമായി ആകർഷിക്കുന്നു എന്നാണ്. സദ്യ പ്രേരയത്തെ എന്ന് പറയുമ്പോൾ ബലമായി ആകർഷിക്കുന്നു. മാത്രമല്ല മദയത്തെ, മനസ്സിനെ ആനന്ദം കൊണ്ട് മതിപ്പിക്കുന്നു. പിന്നെയോ അംഗകം രോമാഞ്ചയതി, ശരീരത്തിൽ മുഴുവൻ രോമാഞ്ചം ഉള്ളതാക്കി തീർക്കുന്നു. വീണ്ടും പറയുന്നു ആനന്ദമൂർച്ഛോദ്ഭവൈ ശീതബാഷ്പവിസരൈ വ്യാസിഞ്ചതി അപി എന്നാണ്. അത്യധികമായ ആനന്ദം കൊണ്ട് ഉണ്ടാകുന്ന തണുത്ത കണ്ണുനീരിൻ്റെ പ്രവാഹത്താൽ എന്നൊക്കെയാണ്. ശീതബാഷ്പവിസരൈ എന്നൊക്കെ പറയുമ്പോൾ തണുത്ത കണ്ണുനീരിൻ്റെ പ്രവാഹത്താൽ വ്യാസിഞ്ചതിയപി ശരീരത്തെ നനയ്ക്കുകയും ചെയ്യുന്നു.
രണ്ടാമത്തെ ദശകം 7-ാം ശ്ലോകം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ. ഏഴാം ശ്ലോകത്തിൽ പറയുന്നു, ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിത യോഗ. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിത യോഗ. അതായത് ഇപ്രകാരമുള്ള സ്വഭാവത്തോടു കൂടിയ ഭക്തി എന്നു പേരായ യോഗം. ഇപ്രകാരമുള്ള സ്വഭാവത്തോടു കൂടിയ ഭക്തിയോഗം ആണ്. എപ്രകാരമുള്ള സ്വഭാവം? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഭക്തിയുടെ ലക്ഷണങ്ങൾ തൊണ്ടയിൽ ഗദ്ഗദം, ശരീരം മുഴുവൻ രോമാഞ്ചം, കണ്ണുകളിൽ നിന്ന് തണുത്ത കണ്ണുനീരിൻ്റെ പ്രവാഹം ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. അതാണ് പറഞ്ഞത് ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിത യോഗ എന്നാണ്. ഇപ്രകാരമുള്ള സ്വഭാവത്തോടു കൂടിയ ഭക്തിയോഗം. യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതര ആണ്. യോഗങ്ങൾ 3: കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അപ്പോൾ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതര എന്ന് പറയുമ്പോൾ മറ്റ് 2 യോഗങ്ങളായ കർമ്മയോഗം, ജ്ഞാനയോഗം എന്നിവയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ്. യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതര എന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള സ്വഭാവത്തോടു കൂടിയ ഭക്തിയോഗം മറ്റ് 2 യോഗങ്ങളായ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് എന്ന് പറയുമ്പോൾ മറ്റ് 2 യോഗങ്ങളായ കർമ്മയോഗത്തേക്കാൾ ജ്ഞാനയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് യോഗീശ്വരൈഹി ഗീയതേ ഹി എന്നാണ്. മഹാത്മാക്കൾ പറയുന്നുണ്ടല്ലോ എന്നാണ്. യോഗീശ്വരൈഹി ഗീയതേഹി എന്ന് പറയുമ്പോൾ മഹാത്മാക്കൾ പറയുന്നുണ്ടല്ലോ. നമ്മെപ്പോലെ സാധാരണക്കാരല്ല പറയുന്നത്. അപ്പം തെറ്റാവാൻ വഴിയില്ല. യോഗീശ്വരൈഹി ഗീയതേഹി എന്ന് പറയുമ്പോൾ മഹാത്മാക്കൾ പറയുന്നു, മഹാത്മാക്കൾ പറയുന്നുവല്ലോ. പിന്നെ ഒരു സംബോധന, രമാവല്ലഭ, അല്ലയോ ലക്ഷ്മി വല്ലഭനായ ഗുരുവായൂരപ്പ. സൗന്ദര്യൈകരസാത്മകേ ത്വയി എന്ന് പറയുന്നു. സൗന്ദര്യൈകരസാത്മകേ ത്വയി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് സൗന്ദര്യം, ഭക്തവാത്സല്യം തുടങ്ങി ധാരാളം ഗുണങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം ആകുന്ന ഗുണം നിറഞ്ഞ എന്നാണ്. സൗന്ദര്യൈകരസാത്മകേ ത്വയി എന്ന് പറയുമ്പോൾ അങ്ങയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. എന്തൊക്കെ? സൗന്ദര്യം, ഭക്തവാത്സല്യം തുടങ്ങി ധാരാളം ഗുണങ്ങളുണ്ട്. അവയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യമാകുന്ന ഗുണം നിറഞ്ഞ ത്വയി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയിൽ ആണ്. അതാണ് സൗന്ദര്യൈകരസാത്മകേ ത്വയി.
സൗന്ദര്യമാകുന്ന ഗുണം നിറഞ്ഞ അങ്ങയിൽ പ്രേമപ്രകർഷാത്മിക എന്ന് പറയുമ്പോൾ ഉത്കടമായ പ്രേമം. അപ്പോൾ സൗന്ദര്യൈകരസാത്മകേ ത്വയി പ്രേമപ്രകർഷാത്മിക എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ സൗന്ദര്യമാകുന്ന ഗുണം നിറഞ്ഞ അങ്ങയിൽ ഉത്കടമായ പ്രേമം, അതായത് അതിസുന്ദരനായ ഗുരുവായൂരപ്പ അങ്ങയോടുള്ള ഉത്കടമായ പ്രേമം, അതാണ് ഭക്തി. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക ഭക്തി എന്ന് പറയുമ്പോൾ സൗന്ദര്യം പ്രധാന ഗുണമാകുന്ന ഗുരുവായൂരപ്പ അങ്ങയോട് ഉത്കടമായ പ്രേമം, അതാണ് ഭക്തി. ഭക്തിക്കുള്ള ശരിയായ നിർവചനം അല്ലെങ്കിൽ ഡെഫനിഷൻ എന്താണ്? ഈശ്വരനോടുള്ള ഉത്കടമായ പ്രേമം. ഈശ്വരനോടുള്ള ഉത്കടമായ പ്രേമം, അതാണ് ഭക്തി. ഈ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ രമാവല്ലഭ എന്നാണ് അവസാനത്തെ ലൈൻ പറയുന്നു. ഈ ഭക്തി അധികം പരിശ്രമം കൂടാതെ തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നതാണല്ലോ. ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യ എന്നാണ്. ഈ ഭക്തി അതായത് ഈശ്വരനോടുള്ള ഉത്കടമായ പ്രേമം, അതാണ് ഭക്തി. ആ ഭക്തി അധികം പരിശ്രമിക്കാതെ തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നതാണല്ലോ ഗുരുവായൂരപ്പ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്ത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. രണ്ടാമത്തെ ദശകം 8-ാം ശ്ലോകം 3 യോഗങ്ങളെപ്പറ്റി പറയുന്നു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. 3 യോഗങ്ങളും മോക്ഷത്തിലേക്ക് നയിക്കുന്നവ തന്നെയാണ്. ശ്ലോകത്തിൽ പറയണു, കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം. കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം എന്ന് പറയുമ്പോൾ കർമ്മയോഗം എന്ന പേരായ ഫലേച്ഛ കൂടാതെയുള്ള സ്വധർമാനുഷ്ഠാനം, കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം എന്ന് പറയുമ്പോൾ കർമ്മയോഗം എന്ന് പേരായ ഫലേച്ഛ കൂടാതെയുള്ള, നിഷ്കാമം എന്നൊക്കെ പറയുമ്പോൾ ഫലേച്ഛ കൂടാതെയുള്ള സ്വധർമാനുഷ്ഠാനം, അതാണ് കർമ്മയോഗം. ഈ കർമ്മയോഗം അത്യധികം ശ്രേഷ്ഠമാണ്.
വളരെ ശ്രേഷ്ഠമാണ് കർമ്മയോഗം. ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ശ്വാസോച്ഛ്വാസം പോലും കർമ്മമാണ്. യാഗമായാലും പൂജയായാലും ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നതാണ് കർമ്മയോഗം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഗൃഹജോലികളടക്കം എല്ലാ കർമ്മങ്ങളും ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി ഈശ്വര പൂജയാണ് എന്ന് സങ്കൽപ്പിച്ച് ചെയ്യുമ്പോൾ അത് കർമ്മയോഗമാണ്. നിരന്തരമായ ഈശ്വര ചിന്തയ്ക്ക് ഇത് നമ്മെ സഹായിക്കുന്നു. ചെയ്യുന്ന കർമ്മത്തിന് ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത വരാനും കർമ്മത്തിന് വേഗത ഉണ്ടാവാനും കർമ്മത്തിന് നല്ല സ്പീഡ് ഉണ്ടാവാനും ഇത് സഹായിക്കുന്നു. രാവ് പകൽ പണിയെടുത്ത് തളർന്നിരിക്കുന്നത് കർമ്മയോഗമല്ല, അത് കർമ്മഭ്രാന്താണ്. പറഞ്ഞ് കാട് കയറുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം. കർമ്മയോഗം എന്നു പേരായ ഫലേച്ഛ കൂടാതെയുള്ള സ്വധർമാനുഷ്ഠാനം അതാണ് കർമ്മയോഗം. തദ്ദൂരേത്യഫലം എന്ന് പറയുന്നു ശ്ലോകത്തിൽ. അപ്പോൾ കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം, കർമ്മയോഗം എന്നു പേരായ ഫലേച്ഛ കൂടാതെയുള്ള സ്വധർമാനുഷ്ഠാനം, അത് കർമ്മയോഗം. ആ കർമ്മയോഗം തദ്ദൂരേത്യഫലം എന്ന് പറയുന്നു. അതിൻ്റെ ഫലം വളരെ അകലെയാണ്. ശ്ലോകത്തിൽ പറയുന്നു തദ്ദൂരേത്യഫലം, അതിൻ്റെ ഫലം വളരെ അകലെയാണ്. അപ്പോൾ കർമ്മയോഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ കാലതാമസമെടുക്കുന്നു എന്ന് പറയുന്നു. പിന്നെ യദൗപനിഷദജ്ഞാനോപലഭ്യം പുന എന്ന് പറയുന്നു. യദൗപനിഷദജ്ഞാനോപലഭ്യം പുന ശ്ലോകത്തിൽ പറയുന്നു. അതായത് ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുള്ള ജ്ഞാനയോഗം, ബ്രഹ്മത്തെ ധ്യാനിക്കുക, രൂപമില്ലാത്തതുകൊണ്ട് വ്യക്തമല്ലാത്തതുകൊണ്ട്, ബ്രഹ്മം എന്ന് പറയുമ്പോൾ രൂപമില്ലാത്ത അവസ്ഥ. അപ്പോൾ യദൗപനിഷദജ്ഞാനോപലഭ്യം പുന എന്ന് പറയുമ്പോൾ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുള്ള ജ്ഞാനയോഗം, ബ്രഹ്മത്തെ ധ്യാനിക്കുക, അത് അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ എന്ന് പറയുന്നു. രൂപമില്ലാത്ത അവസ്ഥയാണ്. രൂപമില്ലാത്ത ബ്രഹ്മത്തെ ധ്യാനിക്കണം. അത് രൂപമില്ലാത്തത് കൊണ്ട്, വ്യക്തമല്ലാത്തത് കൊണ്ട് മനസ്സിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ ധ്യാനിക്കുക, അത് അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ എന്നാണ്.
രൂപമില്ലാത്തത് കൊണ്ട്, വ്യക്തമല്ലാത്തത് കൊണ്ട് മനസ്സിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പറയണു തസ്മാത് വിഭോ, അതുകൊണ്ട് അലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, ത്വത് പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. അപ്പോൾ തസ്മാത് അതുകൊണ്ട്, വിഭോ അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, ത്വത് പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. അങ്ങയോടുള്ള പ്രേമരൂപമാകുന്ന ഭക്തി, അത് തന്നെയാണ് എല്ലായ്പ്പോഴും അതിമധുരവും ശ്രേയസ്കരവും ആണ്. തസ്മാത് ത്വത് പ്രേമാത്മക ഭക്തി ഏവ സതതം സ്വാദീയസി ശ്രേയസി. ഹേ വിഭോ അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, അതുകൊണ്ട് അങ്ങയോടുള്ള പ്രേമരൂപമാകുന്ന ഭക്തി തന്നെയാണ് എല്ലായ്പ്പോഴും അതിമധുരവും ശ്രേയസ്കരവും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. 2-ാം ദശകം 8-ാം ശ്ലോകം 3 യോഗങ്ങളെപ്പറ്റി പറയുന്നു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. 3 യോഗങ്ങളും മോക്ഷത്തിലേക്ക് നയിക്കുന്നവ തന്നെയാണ്. കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം. കർമ്മയോഗം എന്നു പേരായ ഫലേച്ഛ കൂടാതെയുള്ള ഈശ്വരാർപ്പണമായ സ്വധർമാനുഷ്ഠാനം. അതാണ് കർമ്മയോഗം. അത് വളരെയധികം ശ്രേഷ്ഠം തന്നെയാണ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശ്വാസോച്ഛ്വാസം പോലും കർമ്മമാണ്. യാഗമായാലും പൂജയായാലും ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നതാണ് കർമ്മയോഗം. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന ഗൃഹജോലികളടക്കം എല്ലാ കർമ്മങ്ങളും ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി ഈശ്വര പൂജയാണ് എന്ന് സങ്കല്പിച്ച് ചെയ്യുമ്പോൾ അത് കർമ്മയോഗമാണ്. നിരന്തരമായ ഈശ്വര ചിന്തയ്ക്ക് ഇത് സഹായിക്കുന്നു. ചെയ്യുന്ന കർമ്മത്തിന് ഒരു പൂർണ്ണത വരാനും പെർഫെക്ഷനാവാനും പെർഫെക്റ്റായിട്ടുള്ള കർമ്മമായി തീരാനും കർമ്മത്തിന് നല്ല സ്പീഡ്, വേഗത ഉണ്ടാവാനും ഇത് സഹായിക്കുന്നു. രാവു പകൽ പണിയെടുത്ത് കർമ്മം ചെയ്ത് തളർന്നിരിക്കുന്നത് കർമ്മയോഗമല്ല, കർമ്മഭ്രാന്താണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം. കർമ്മയോഗം എന്നു പേരായ ഫലേച്ഛ കൂടാതെയുള്ള സ്വധർമാനുഷ്ഠാനം, അതാണ് കർമ്മയോഗം. തദ് ദൂരേത്യഫലം ശ്ലോകത്തിൽ പറയണു. അതിൻ്റെ ഫലം വളരെ അകലെയാണ്. അതായത് കർമ്മയോഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ, മോക്ഷത്തിലെത്താൻ കാലതാമസമെടുക്കുന്നു. പിന്നെ യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ, ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുള്ളതായ ജ്ഞാനയോഗം. ജ്ഞാനയോഗമാകുമ്പോൾ ബ്രഹ്മത്തെ ധ്യാനിക്കുക. തത് അവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ. ബ്രഹ്മത്തെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ രൂപമില്ലാത്തത് കൊണ്ട്, വ്യക്തമല്ലാത്തത് കൊണ്ട്
മനസ്സിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. തസ്മാത് വിഭോ, അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, അതുകൊണ്ട് ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി, അങ്ങയോടുള്ള പ്രേമരൂപമാകുന്ന ഗുരുവായൂരപ്പ, അങ്ങയോടുള്ള പ്രേമരൂപമാകുന്ന ഭക്തി തന്നെയാണ് എല്ലായ്പ്പോഴും അതിമധുരവും ശ്രേയസ്കരവും. രണ്ടാം ദശകം 9-ാം ശ്ലോകം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മല ബോധേ ഭക്തിപഥേഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈ. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ പറയുന്നു ശ്ലോകത്തിൽ. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കർമ്മസമൂഹങ്ങളെ അനുഷ്ഠിച്ച് എന്നാണ്. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച്, വളരെയധികം ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുന്ന കർമ്മസമൂഹങ്ങളെ അനുഷ്ഠിച്ച് നിർയന്മല, കർമ്മം ഭംഗിയായിട്ട് അനുഷ്ഠിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. ഇതാണ് നിർയന്മല, മനഃശുദ്ധി നേടിയ ഭക്തന്മാർ എന്നാണ്. അപ്പോൾ അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിർയന്മല എന്ന് പറയുമ്പോൾ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മസമൂഹങ്ങളെ അനുഷ്ഠിച്ച് മനഃശുദ്ധി നേടിയ ആളുകൾ എന്നാണ്. ബോധേ അഥവാ ഭക്തിപഥേ ഉചിതതാം ആയാന്തി എന്നാണ്. ബോധേ ഭക്തിപഥേഥവാപ്യുചിതതാമായാന്തി എന്ന് പറയുമ്പോൾ ബോധേ അഥവാ ഭക്തിപഥേ അപി ഉചിതതാം ആയാന്തി എന്ന് പറയുമ്പോൾ ഈ മനഃശുദ്ധി നേടിയവർ ഒന്നുകിൽ ഭക്തിമാർഗത്തിൽ അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൽ എത്തിച്ചേരുന്നു എന്നാണ്. ഉചിതതാം ആയാന്തി എന്ന് പറയുമ്പോൾ യോഗ്യതയ്ക്കനുസരിച്ച് ഭക്തി മാർഗത്തിലോ അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലോ എത്തിച്ചേരുന്നു. ബോധേ ഭക്തിപഥേ അപി ബോധേ അഥവാ ഭക്തിപഥേ അപി ഉചിതതാമായാന്തി, ജ്ഞാനമാർഗത്തിലോ ഭക്തി മാർഗത്തിലോ യോഗ്യതയ്ക്കനുസരിച്ച് എത്തിച്ചേരണം. അതുകൊണ്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. താവതാ കിം ശ്ലോകത്തിൽ പറയണു. കിം താവത എന്ന് പറയുമ്പോൾ താവതാ കിം, അതുകൊണ്ട് എന്താ കാര്യം ആണ്. പിന്നെ പറയണു അന്യേ പുനഃ ആണ്. മറ്റ് ചിലരാകട്ടെ അവരുടെ അവസ്ഥ എന്താ? തർക്കപഥേ ക്ലിഷ്ട്വ എന്നാണ്. ജ്ഞാനമാർഗത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് എന്നാണ്. അന്യേ പുന തർക്കപഥേ ക്ലിഷ്ട്വ എന്ന് പറയുമ്പോൾ മറ്റ് ചിലരാകട്ടെ ജ്ഞാനമാർഗത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട്
ചിത്താർദ്രത്വം ഹൃതേ എന്ന് പറയുന്നു. മനസ്സിന് ലയമില്ലാതെ. ഭക്തി എന്ന് പറയുമ്പോൾ മനസ്സിന് ലയമുണ്ടാകും. ജ്ഞാനമാർഗം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് ആ ഒരു ലയമുണ്ടാവില്ല. അതാണ് ചിത്താർദ്രത്വം ഹൃതേ എന്ന് പറയുമ്പോൾ മനസ്സിന് ലയമില്ലാതെ. മനസ്സിന് ലയമില്ലാതെ ബ്രഹ്മാഖ്യം തവ പരം വപു എന്നാണ്. ബ്രഹ്മാഖ്യം തവ പരം വപു എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്ന പേരായ ഗുരുവായൂരപ്പ, അങ്ങയുടെ മറ്റൊരു ശരീരം അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥ, ബ്രഹ്മാഖ്യം തവ പരം വപു എന്ന് പറയുമ്പോൾ നിർഗുണരൂപം, അതായത് രൂപമില്ലാത്ത അവസ്ഥ. അതാണ് ബ്രഹ്മാഖ്യം. ബ്രഹ്മാഖ്യം തവ പരം വപു പറയുമ്പോൾ രൂപമില്ലാത്ത അവസ്ഥ. ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിമനോഹരമായ രൂപം, അതിലേക്ക് ഭക്തമനസ്സ് പെട്ടെന്ന് അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് ബ്രഹ്മാഖ്യം തവ പരം വപു എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ രൂപമില്ലാത്ത അവസ്ഥ, ബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള അവസ്ഥ. നിർഗുണ ബ്രഹ്മം, നിർഗുണ രൂപം എന്നൊക്കെ പറയാം. അതിനെപ്പറ്റി വിചിന്യ, വളരെയധികം ചിന്തിച്ചിട്ട് മനനം ചെയ്തിട്ട് രൂപമില്ലാത്ത ഗുരുവായൂരപ്പ അങ്ങയുടെ അവസ്ഥയെ ചിന്തിച്ച് അവസാനം ബഹുഭി ജന്മാന്തരൈഹി സിദ്ധ്യന്തി, വളരെയധികം ജന്മങ്ങൾക്ക് ശേഷം മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ തർക്കപഥേ ക്ലിഷ്ട്വ, ജ്ഞാനമാർഗത്തിൽ കഷ്ടപ്പെട്ടിട്ട്, അന്യേ പുന മറ്റ് ചിലർ ജ്ഞാനമാർഗത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ട്, ചിത്താർദ്രത്വം ഹൃദേ, മനസ്സിന് ഒരു ലയസ്വഭാവം, ലയമില്ലാതെ, ബ്രഹ്മാഖ്യം തവ പരം വപു വിചിന്യ ബഹുഭി ജന്മാന്തരൈഹി സിദ്ധ്യന്തി എന്നാണ്. മനസ്സിന് ലയം വരാതെ ബ്രഹ്മം എന്നു പേരുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ അവസ്ഥയെ, രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മം എന്ന് പറയാം, അങ്ങയുടെ രൂപമില്ലാത്ത അവസ്ഥയെ, നിർഗുണ ബ്രഹ്മത്തെ വിചിന്യ, ചിന്തിച്ച് ബഹുഭി ജന്മാന്തരൈഹി സിദ്ധ്യന്തി, വളരെയധികം ജന്മങ്ങൾ കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മ സമൂഹങ്ങളെ അനുഷ്ഠിച്ച് മനസ്സ് നല്ല ശുദ്ധമായി തീർന്നവർ ഒന്നെങ്കിലോ ജ്ഞാനമാർഗത്തിൽ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ടെന്താ കാര്യം? താവതാക്കിം, അതുകൊണ്ടെന്താ കാര്യം? പിന്നെ മറ്റു ചിലർ അന്യേ പുന, മറ്റു ചിലരോ തർക്കപഥേ ക്ലിഷ്ട്വ, ജ്ഞാനമാർഗത്തിൽ ബുദ്ധിമുട്ടാണ്. അവരുടെ അവസ്ഥ എന്താണ്? ചിത്താർദ്രത്വം ഹൃതേ, മനസ്സിന് ഒരു ലയമില്ലാതെ, ബ്രഹ്മാഖ്യം തവ പരം വപു, ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപമില്ലാത്ത അവസ്ഥ, ബ്രഹ്മം എന്നുള്ള ആ അവസ്ഥയെ വിചിന്യ, മനനം ചെയ്ത് നിർഗുണസ്വരൂപത്തെ, രൂപമില്ലാത്ത അവസ്ഥയെ മനനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് അവസാനം ബഹുഭി ജന്മാന്തരേ സിദ്ധ്യന്തി, വളരെയധികം ജന്മങ്ങൾക്ക് ശേഷം മോക്ഷത്തെ പ്രാപിക്കുന്നു.
ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി. സദ്യ സിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസ് ആർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. രണ്ടാം ദശകം ഒടുവിലത്തെ ശ്ലോകം, അതായത് 10ാം ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. അർത്ഥം പറയുമ്പോൾ വിസ്തരിക്കുമ്പോൾ ത്വദ്ഭക്തി തു, ത്വദ്ഭക്തി തു, ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയുകയാണ്, ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ എന്നാണ്. ഭക്തന് ഭഗവാനോട് എന്തും പറയാം, നാരായണീയത്തിൻ്റെ പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പനാണെങ്കിൽ കാത് കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്തൻ്റെ ഓരോന്ന് കേൾക്കാൻ ഭഗവാനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ പറയണു ത്വദ്ഭക്തി തു, ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ. കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി എന്ന് പറയുന്നു. അങ്ങയുടെ കഥകൾ കേൾക്കാനുള്ള ആസക്തിയാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട് തന്നെ എന്നാണ്. കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ, അങ്ങയുടെ അങ്ങാടിയ ലീലകൾ, കഥകൾ, അത് കേൾക്കാനുള്ള ആസക്തിയാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട് തന്നെ എന്നാണ്. കഥാരസാമൃതഝരീ എന്നൊക്കെ പറയുമ്പോൾ അങ്ങയുടെ കഥകൾ കേൾക്കാനുള്ള ആസക്തിയാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട് തന്നെ, അതായത് അങ്ങയുടെ കഥകൾ എപ്പോഴും കേൾക്കുക. അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് സ്വയം സിദ്ധ്യന്തി എന്നാണ്. ഭക്തി നമ്മുടെ മനസ്സിൽ താനേ ഉണ്ടാകുന്നു. അങ്ങയുടെ കഥകൾ കേട്ട് കേട്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പ അങ്ങയിലുള്ള ഭക്തി ഉണ്ടാകുന്നു. സ്വയം സിദ്ധ്യന്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെത്താനെ ഉണ്ടാകുന്നു ഭക്തി. പിന്നെ അക്ലേശത വിമലപ്രബോധ പദവീം തന്വതി എന്ന് പറയുന്നു. ഭക്തി ഇങ്ങനെ ഉണ്ടായി കഥകൾ കേൾക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മളറിയാതെ തന്നെ ഭക്തി നമ്മുടെ മനസ്സിൽ വളരും. പിന്നെ അത് ഭക്തി ചെന്നെത്തുന്നത് എവിടെയാണ്? വിമലപ്രബോധ പദവീം തന്വതി എന്ന് പറയുന്നു. നിർമ്മലമായ ജ്ഞാനത്തെ നൽകുന്നു. അതായത് ഭക്തിയിലൂടെ പോകുമ്പോൾ നമ്മളറിയാതെ ജ്ഞാനത്തിലെത്തുന്നു. ജ്ഞാനത്തിന് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ കഥയൊക്കെ കേട്ട് കേട്ട് തന്നെത്താനെ ഭക്തി ഉണ്ടാവും. പിന്നെ അത് വർദ്ധിച്ച് വർദ്ധിച്ച് ജ്ഞാനത്തിലെത്തും എന്നാണ്. ജ്ഞാനത്തിന് വേണ്ടി വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്രകാരമുള്ള ഭക്തി ഗുരുവായൂരപ്പ ജയതി, അത് ജയിക്കട്ടെ, അങ്ങയിലുള്ള ഭക്തി ജയിക്കട്ടെ എന്നാണ്. പിന്നെ സംബോധനയാണ്. ഐ വിഭോ വാതാലയേശ്വര, അല്ലയോ
സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. ഐ വിഭോ വാതാലയേശ്വര എന്ന് പറയുമ്പോൾ അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. മേ സ ത്വത്പദപ്രേമപ്രൗഢിരസാർദ്രതായേവ ദ്രുതതരം അസ്തു എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന. നമ്മുടെയൊക്കെ പ്രാർത്ഥന അതാവണം. എന്താണ്? അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, മേ സ ത്വത്പദപ്രേമപ്രൗഢിരസാർദ്രതായേവ ദ്രുതതരം അസ്തു. അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയുടെ പാദങ്ങളോടുള്ള അല്ലെങ്കിൽ അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ടുണ്ടാകുന്ന മനോലയം തന്നെ വേഗത്തിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയാണ്, മനോഹരമായ ഒരു പ്രാർത്ഥന. എന്താണ്? ഐ വിഭോ വാതാലയേശ്വര, അല്ലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ, മേ സ ത്വത്പദപ്രേമപ്രൗഢിരസാർദ്രതായേവ ദ്രുതതരം അസ്തു. അല്ലയോ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ടുണ്ടാകുന്ന മനോലയം തന്നെ വേഗത്തിലുണ്ടാകട്ടെ എന്നാണ്. ത്വത്പദപ്രേമപ്രൗഢിരസാർദ്രത, ഭക്തിയാവുമ്പോൾ മനസ്സിന് ലയം ഉണ്ടാവും. ജ്ഞാനമാകുമ്പോൾ മനസ്സിന് ലയം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ലയം എനിക്ക് ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന. അതാണ് ത്വത്പദപ്രേമപ്രൗഢിരസാർദ്രതായേവ ദ്രുതതരം അസ്തു. ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തി കൊണ്ടുണ്ടാകുന്ന മനോലയം തന്നെ എനിക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ ഗുരുവായൂരപ്പ, അങ്ങയിലുള്ള ഭക്തിയാകട്ടെ, അങ്ങയുടെ കഥകൾ കേൾക്കാനുള്ള ആസക്തിയാകുന്ന അമൃതപ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട്, അതായത് അങ്ങയുടെ കഥകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ സ്വയം സിദ്ധ്യന്തി, നമ്മളറിയാതെ തന്നെ നമ്മളിൽ ഭക്തി ഉണ്ടാകുന്നു. ആ ഭക്തി വീണ്ടും വീണ്ടും നമ്മളറിയാതെ വളരുന്നു. പിന്നെ ആ ഭക്തി ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? സ്വയം സിദ്ധ്യന്തി, തന്നെത്താനെ ഭക്തി ഉണ്ടാകണു. പിന്നെ ആ ഭക്തി അക്ലേശത വിമലപ്രബോധ പദവിയും തന്വതി, ബുദ്ധിമുട്ട് കൂടാതെ തന്നെ നിർമ്മലമായ ജ്ഞാനത്തിൽ എത്തിക്കുന്നു. ജ്ഞാനത്തിനു വേണ്ടി വേറെ പ്രത്യേകം ഒന്നും ചെയ്യണ്ട. പിന്നെയോ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, സദ്യസിദ്ധികരി എന്നുണ്ട്. അതിനുശേഷം ആ ഭക്തി ഭക്തനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. അതാണ് സദ്യസിദ്ധികരി. പെട്ടെന്ന് തന്നെ, താമസം വേണ്ട, പെട്ടെന്ന് തന്നെ മോക്ഷത്തിലേക്ക് ഭക്തനെ നയിക്കുന്നു. ഇപ്രകാരമുള്ള ഗുരുവായൂരപ്പ ഭക്തി ജയിക്കട്ടെ. പിന്നെ ഐ വിഭോ വാതാലയേശ്വര, അലയോ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ. പ്രാർത്ഥന എന്താണ്? മേ ത്വത്പദപ്രേമപ്രൗഢിരസാർദ്രതായേവ ദ്രുതതരം അസ്തു. ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയുടെ പാദങ്ങളിൽ ഉള്ള ഭക്തി കൊണ്ടുണ്ടാകുന്ന മനോലയം തന്നെ എനിക്ക് ഉണ്ടാകട്ടെ.